ഞങ്ങളെല്ലാവരും ഉള്ള ഇപ്പം എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ ഈ ഒരുങ്ങി കെട്ടി പോണത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൻ്റെ പേരാണ് വള്ളിക്കാട്ട് കാവ്. അമ്പലത്തിലേക്ക് പോണ വഴി ഒരു കാടിൻ്റെ ഉള്ളിലൂടെ പോണ പോലെയാണ് കേട്ടോ. നിറയെ വള്ളികൾ തൂങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിന് മുന്നിലായിട്ടൊരു അമ്പലക്കുളവും ഉണ്ട്. ഇങ്ങനെ വള്ളികൾ തൂങ്ങി നിൽക്കുന്നതിനെ കൊണ്ടാവും ചിലപ്പോൾ ഇതിനെ വള്ളിക്കാട്ട് കാവ് എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റിലും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവം എന്താണെന്ന് അറിയോ, കല്ലൊരച്ചിട്ട് ഒരു കുറി തൊടുകയാണ്. പിന്നെ വള്ളിയുള്ളതിനെ കൊണ്ട് തന്നെ ചിഞ്ചു കുരങ്ങനെ പോലെ തൂങ്ങി ആടട്ടെ. പിന്നെ പറയാൻ മറന്നു, ഇവിടെ നിറയെ കുരങ്ങന്മാരും ഉണ്ട്. അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡാം കാണാനാണ്. ഈ ഡാമിന് എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു. ഇപ്പൊ ഡാം തുറന്നിടാത്തതിനെ കൊണ്ട് തീരെ വെള്ളമില്ല കേട്ടോ. അവിടേക്ക് വരെ കുളിക്കാൻ വരലുണ്ട് എന്ന് പറഞ്ഞത് എക്കഡേറ്റ് എന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചുറ്റിക്കറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ഇവിടെ അനിയനും ഭാര്യ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ചായന്റെ പരിപാടി നോക്കി. ദോശയും ഇഡ്ഡലിയും പിന്നെ അതേപോലെ ചപ്പാത്തിയും. ദോശ ഇഡ്ഡലി എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇഡ്ഡലിന്റെ മാവിൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടിയിട്ടാണ് കലക്കി ചുട്ട് ദോശയാക്കി. ഇനിയാണെങ്കിലും അടുക്കളയിൽ മുടിഞ്ഞ തിരക്ക്. ദോശ ചുട്ടിങ്ങോട്ട് എടുക്കാൻ ടൈമില്ല. അപ്പോഴത്തേനും കാക്ക കൊത്തണ മാതിരിയാണ് ഓരോന്ന് കൊത്തിക്കൊണ്ടാണ്. എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടാണ് അവസാനം ഞങ്ങൾ കുടിക്കാറുണ്ട്. ഈ ചിഞ്ചുണ്ടല്ലോ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നതാണ് ഇതുവരെ തിന്ന് തീർന്നില്ല. പിന്നെ ഇതാണ് നമ്മളെ നെയ് റോസ്റ്റ് മേക്കർ. എല്ലാവരും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഞങ്ങൾ ഇരുന്നത്. അതിനെക്കൊണ്ട് തന്നെ അവസാനം ചാറ് മുക്കി നക്കി തിന്നേണ്ട അവസ്ഥയായി ഞങ്ങൾക്ക്. അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണേ.